അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്നിവിടെ അടിപൊളി ഒരു മീൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീൻ കറിയുടെ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരും എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 4 ചെങ്കലവയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ചെങ്കലവ എന്ന് പറയും, പുതിയാപ്പിളക്കോര എന്ന് പറയും, കിളിമീൻ എന്നൊക്കെ പറയും. പല സ്ഥലങ്ങളിൽ പല പേരിലാണ് ഈ മീൻ അറിയപ്പെടുന്നത്. ഇവിടെ ചെങ്കലവ എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ആ സ്ഥലങ്ങളിലൊക്കെ എന്തുവാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ മീൻ ഇവിടെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം, അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് 3 തക്കാളി, 4-5 പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് ശകലം ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിനായിട്ട് കുറച്ച് കൊച്ചുള്ളി, പിന്നെ ഇച്ചിരി കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, 2-3 തോട്ടുപുളി, ഉലുവ, പിന്നെ അതിന് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നാണെങ്കിൽ ഇച്ചിരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ചകലം തേങ്ങയും, ഒരു ചെറിയ ഒരു അരമുറി തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ തക്കാളി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്, ഉടനെ വന്നിട്ടുണ്ട്. അതും ഞാൻ ശരിയാക്കി വെച്ച്, മീനും ഇവിടെ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി ചെയ്യേണ്ടത് ഒരു കറച്ചട്ടി ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം. എണ്ണ ചൂടായില്ല, എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ വന്ന് നല്ലതുപോലെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി കറിവേപ്പില ഉണ്ടായിരുന്നു, ആ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കൊച്ചൊരു സവാളയും പിന്നെ കൊച്ചുള്ളിയും കൂടിയാണ്. ഇതെല്ലാം കൂടി ഞാൻ ഇതിനകത്തോട്ടിട്ട് നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി ഇഞ്ചിയൊക്കെ ഞാൻ ചതച്ചിട്ടിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി, അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും വയ്ക്കുന്നത്, പക്ഷേ ഞാൻ വയ്ക്കുന്ന രീതി ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ഇച്ചിരി മല്ലിപ്പൊടിയും ആ മുളക് പൊടിയൊക്കെ കൂടെ ഇച്ചിരി കളർ മാറ്റിയെടുക്കട്ടെ. അത് നല്ലപോലെ ഒന്ന് ചൂടാക്കി അതിൻ്റെ കളറൊന്ന് ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് ഇത് മൂപ്പിച്ചെടുക്കാം, ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും. അപ്പോൾ ഞാൻ പിന്നെയും പറയാണ്, എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു തരണം. അപ്പോൾ നല്ലപോലെ മൂത്തിട്ടുണ്ട്. കൊച്ചുള്ളിയും സവാള പച്ചമുളക് എല്ലാം മൂത്തപ്പോൾ നമുക്ക് തക്കാളി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ലപോലെ വെന്ത് കിടക്കുകയാണ് തക്കാളി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി വെച്ചാൽ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 2 കഷ്ണം തോട്ടുപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തോട്ടുപുളി എന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഒരു അല്പം ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടാണ് ഞാൻ തക്കാളി വേവിച്ചതെങ്കിലും അതൊരു അല്പം ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു. എന്നാലും കറിക്ക് ഉപ്പ് പോരാതെ വരും. എന്നാലും പിന്നെ അപ്പോഴേക്കും ഇതൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ലപോലെ ഒരു ഇച്ചിരി കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ ഈ തേങ്ങയുണ്ടല്ലോ, ഒരു അരമുറി തേങ്ങ ഞാൻ തിരികെ വെച്ചിട്ടില്ല, ഒരു മുറിയാണ്, കൊച്ചൊരു മുറി തേങ്ങയാണ് ഞാൻ തിരികെ വെച്ചത്. അതിനകത്തോട്ട് ഈ മല്ലിപ്പൊടി മുളക് പൊടി നമ്മൾ മൂപ്പിച്ചെടുത്ത് ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് എല്ലാം വഴഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ല രീതിയിൽ അതെല്ലാം വെന്ത് കിടക്കുകയാണ്. പച്ചമുളകും തക്കാളിയും പിന്നെ കൊച്ചുള്ളിയും സവാള എല്ലാം കൂടി. അപ്പോൾ നല്ല രീതിയിൽ അത് വെന്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളൊന്ന് വറുത്തരച്ച കറി ഇങ്ങനെ വെച്ച് നോക്കണേ, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ടേസ്റ്റിയാണ്, കഴിക്കാനും നല്ല പലഹാരത്തിനൊക്കെ ഒഴിച്ച് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ മീൻ കറി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ഇച്ചിരി വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് ശകലം കൂടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ കിളിമീൻ ചെങ്കലവ മീൻ കണ്ടില്ലേ, അത് നമുക്കൊന്ന് ചൂടായിട്ട് കറി നല്ലതായിട്ടൊന്ന് തിളച്ചതിന് ശേഷമേ ഇട്ട് കൊടുക്കാവുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണെന്നറിയാം, അല്ലെങ്കിൽ ഈ മീൻ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ അരപ്പൊന്ന് തിളയ്ക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്.
പിന്നെ തുറന്ന് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് നല്ല തിള വരുന്നുണ്ട് കറിക്ക്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ മീനുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാനൊന്ന് അടപ്പെല്ലാം മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് മീനെല്ലാം ഇതിനകത്തോട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കമൻ്റ് ഇടണം. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു തരണം. എല്ലാവരും ഫുൾ സപ്പോർട്ട് ആയിരിക്കണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ ഈ ചാനലിൻ്റെ വിജയം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഫുള്ളായിട്ടൊന്ന് കണ്ടു തരണം. അപ്പോഴത്തേക്കും കറി ഒന്ന് തിളയ്ക്കാൻ വെച്ചപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഒരു ചീനച്ചട്ടി വെച്ച്, ഞാൻ അടുത്ത ഗ്യാസിൻ്റെ അടുപ്പും കൂടെ കത്തിച്ച് ചീനച്ചട്ടിയൊക്കെ വെച്ച് 2 കഷ്ണം മീൻ വറുക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് നിന്ന് തന്നെ. അപ്പോൾ ഇവിടത്തേക്കായിരിക്കും മീനൊക്കെ വറുക്കണം. അത് ഏത് ചെറിയ മീൻ മതി, ആ മീൻ ഏത് മീനായാലും 2 കഷ്ണം വറുക്കണം, അതാണിഷ്ടം. അപ്പോൾ അതിനായിട്ട് ഞാൻ അങ്ങനെ അതും വെച്ചു. അപ്പോഴേക്കും ഇവിടെ കറി നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. കറി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ ഉലുവയുടെയും ഇഞ്ചിയും പച്ചമുളകും അതും ഇതെല്ലാം കൂടെ ആ കറി തിളയ്ക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണമാണ്. ആഹാ, നല്ല സ്മെല്ല് കറിക്ക്. അടപ്പ് അങ്ങോട്ട് തുറന്നപ്പോൾ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വറ്റിക്കാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ അന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒന്നും കൂടെ കറി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങളെല്ലാവരും ഒന്ന് നല്ല രീതിയിലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ അപ്പോൾ കറി ഒന്ന് നല്ലപോലെ ഒന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടെ ഒന്ന് പറ്റണമെങ്കിൽ പറ്റിക്കാം കേട്ടോ. നല്ല എണ്ണയൊക്കെ മേളിലോട്ട് നല്ലതുപോലെ തെളിഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഈ കറി കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി ഒരു കറിയാണെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം എല്ലാവരും കേട്ടോ. മീനൊക്കെ നല്ല രീതിയിൽ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. മീനെല്ലാം കണ്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ വറുത്തരച്ച കറിയായി. അസ്സലാമു അലൈക്കും.